പൂക്കണ് പൂക്കണ് പൂവരസ് കായ്ക്കണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്ന സമയത്ത് വെറുതെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കിയപ്പോൾ ഒരു ആംപ്ലിഫയറിന് സെയിലിനിട്ടിരിക്കുന്നു. ബോക്സ് പൊട്ടിച്ചിട്ടില്ല, പുതിയതാണ്. അപ്പോൾ സമയം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പം നേരെ പോയി പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് പിക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു 5.1 ആംപ്ലിഫയർ ആണ്. വിത്ത് കരോക്കെ ഒക്കെ വരുന്നൊരു ആംപ്ലിഫയർ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ സൺബക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ EV298BT എന്ന് പറയുന്ന മോഡലുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു മോഡലാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു പേരൻറ്റ് കമ്പനി മാനുഫാക്ചർ ചെയ്തിട്ട് പല ബ്രാൻഡ് നെയിമിൽ ഇറക്കുന്നതാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഡിയോ എക്സിൻ്റെ ഒരു മോഡലുമായിട്ട് സെയിം ഡിക്റ്റോ മാച്ചിങ് ആയിട്ടുള്ള സൺബക്കിൻ്റെ ഒരു ആംപ്ലിഫയർ നമ്മൾ വാങ്ങിച്ച് റിവ്യൂ ചെയ്ത് കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒരു ആംപ്ലിഫയർ ആകും എന്ന് വിശ്വസിച്ചാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ തമിഴിൽ കാണിച്ച ബിരിയാണിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കാനഡയിൽ നമുക്കിപ്പോൾ ഊബർ ഈറ്റ്സ് വഴി ഒരു ബിരിയാണി വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ 22 ടാക്സും ഡെലിവറി ചാർജ് എല്ലാം കഴിഞ്ഞ് $25 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്കിവിടെ ഒരു പുതിയ ആംപ്ലിഫയർ, ബോക്സ് പൊട്ടിക്കാത്തൊരു ആംപ്ലിഫയർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഒബിയസ്ലി നമുക്കറിയാം ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ ഒന്നും അല്ലായിരിക്കും. നമുക്കത് അറിയാം. എന്തായാലും വാങ്ങിക്കാം, നമുക്ക് അഴിച്ച് നോക്കാൻ അതിന് പാർട്സ് ഒക്കെ എടുക്കാൻ പറ്റും. കാരണം നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പാർട്സ് ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു കവറും തന്നു, $20. ബോക്സ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തുറന്നൊന്ന് കാണാതെ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ബോക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം എന്തായാലും അൺബോക്സ് ചെയ്യാം. എന്തായാലും ഒരു പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മുകളിൽ കൂടി സെല്ലോ ടൈപ്പാണ് ഒട്ടിച്ചേക്കുന്നത്. ആക്ച്വലി കവർ പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ഈ ഒരു ആംപ്ലിഫയർ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ ഒരു ആംപ്ലിഫയർ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിയ സമയത്തേക്ക് തന്നെ പുള്ളിക്കാരുടെ ബ്രദർ വലിയൊരു ഹോം തിയേറ്റർ സിസ്റ്റമൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യൂസർ മാനുവലും റിമോട്ടൊക്കെ കിട്ടുന്നുണ്ട്. ചൈനീസിലാണ് യൂസർ മാനുവൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് AV369 എന്നാണ് മോഡൽ നെയിം. 5.1 എന്നുള്ളതാണ് മോഡൽ നെയിം വരുന്നത്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് യൂസർ മാനുവലിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഫിസിക്കൽ ഓവർവ്യൂ, അതുപോലെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ സൺബക്കിൻ്റെ ഒരു AV298BT എന്ന് പറയുന്ന മോഡൽ ആംപ്ലിഫയറായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഫിസിക്കൽ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സൺബക്കിൻ്റെ ആംപ്ലിഫയറിന് ഈ ഒരു ഭാഗത്തായിട്ട് സൺബക്കിൻ്റെ ബ്രാൻഡിങ് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു ആംപ്ലിഫയറിൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അവർ. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഡിജിറ്റൽ ഓഡിയോ കരോക്കെ ആംപ്ലിഫയർ എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മോഡൽ നെയിമായിട്ടുള്ള ആ ഒരു കോഡും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്നത് AV369 5.1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ ബട്ടൺ, ഒരു പുഷ് പുൾ പവർ ബട്ടൺ ആണ്. ഈ രണ്ട് ആംപ്ലിഫയറിലും സെയിം ലൊക്കേഷൻസ് ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സൺബക്കിന് തൊട്ടിപ്പുറത്തായിട്ട് LED കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ആയോ ഓഫ് ആയോ എന്നുള്ളത് കാണിക്കാനായിട്ട് LED വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാനലിൽ ആ ഒരു ഹോൾ അവർ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു LED ഇൻഡിക്കേറ്ററിൻ്റെ ഇതും വരുന്നിട്ടില്ല. പക്ഷേ ആക്ച്വലി ഞാനിത് അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ടോൺ കൺട്രോൾ ബോർഡിൻ്റെ കൂടെ തന്നെ ഒരു പവർ LED വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് മൈക്ക് വോളിയമാണ് കൊടുത്തിട്ടുള്ളത്. എക്സാക്ട്ലി സൺബക്കിലും അതേപോലെ തന്നെയാണ്. 2 മൈക്ക് ഓപ്ഷനാണ് വരുന്നത്. 2 മൈക്കിനും ഒറ്റ കൺട്രോളാണ് വന്നിട്ടുള്ളത്. 2 സോക്കറ്റ് 6.5mm. തൊട്ടിപ്പുറത്തായിട്ട് എക്കോ, ബേസ്, ട്രിബിൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കൺട്രോളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആംപ്ലിഫയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. എക്സാക്ട് ഡിക്റ്റോ സാധനം തന്നെയാണ് നമുക്ക് സൺബക്കിലും കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഡിജിറ്റൽ കരോക്കെ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MP3 പ്ലേ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ 2 ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് മോഡൽ നമ്പർ കൊടുത്തിട്ടുള്ളത്. സൺബക്കിനകത്താണെങ്കിൽ അവിടെ വലുതായിട്ട് ഡിജിറ്റൽ ഓഡിയോ കരോക്കെ ആംപ്ലിഫയർ, പിന്നെ മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ലോഗോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എക്കോ, ബേസ്, ട്രിബിൾ, മിഡ് കൺട്രോൾ വരുന്നില്ല. ഒരു 2-way ടോൺ കൺട്രോൾ സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിനിമം മാക്സിമം ഒക്കെ കൊടുത്ത് അവർ ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് സൺബക്കിൻ്റെ ആംപ്ലിഫയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൗഡ്നെസ്സിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ബേസ്, കുറച്ചും കൂടി ഒരു പവർ ഫീൽ നമുക്ക് കിട്ടും. ഒരു ട്രിബിൾ ഒന്ന് മഫിൾ ചെയ്തിട്ട് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് മാസ്റ്റർ കൺട്രോൾ കാണാൻ കഴിയും. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ഇൻപുട്ട് സെലക്ടർ വരുന്നുണ്ട്. DVD, SD, USB മൊഡ്യൂളും എക്സാക്ട് സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ കറക്റ്റ് ഏകദേശം 13 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. 9 ഇഞ്ചിന് അടുത്താണ് ബാക്കിലേക്കുള്ള ഡെപ്ത് വരുന്നത്. ഹൈറ്റ് വരുന്നത്
ഏകദേശം 2 ഇഞ്ച് മാത്രമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ കാനഡയിലുള്ള ടൈപ്പ് കേബിളാണ് ഇതിൽ വന്നിട്ടുള്ളത്. 2 വെന്റിലേഷനൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാനോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ആൻറ്റിന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സൺബക്കിലും അതേപോലെ തന്നെ എക്സാക്റ്റ് ആൻറ്റിന അവരോട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും. ആൻറ്റിന അതായത് FM-ൻ്റെ ആൻറ്റിന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പണ്ടത്തെ RF കണക്ടറിൻ്റെ ആ ഒരു ടൈപ്പ് സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് DVD 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് 2 ഓഡിയോ ഇൻപുട്ടും അതുപോലെ തന്നെ ലൈൻ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഓഡിയോക്സ് സൺബക്ക് ആംപ്ലിഫയറിൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈൻ ഔട്ട് അവരുടെ ഒന്നും വലിയൊരു ഗുണമാണ്. പക്ഷേ എൻ്റെ ലൈൻ ഔട്ട് ഭയങ്കര ശോകമായിരിക്കും. ഇതിനകത്ത് 2 റെസിസ്റ്റർ മാറ്റിയാൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട്, ഭയങ്കര ഗെയിൻ കുറവും ഒരു സുഖമില്ലാത്തൊരു ഔട്ട്പുട്ടാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്ന സൺബക്കിൻ്റെ ആംപ്ലിഫയറിൽ ആ ഒരു റെസിസ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സൺബക്കിൽ എഴുതിയിട്ടുള്ളത് 5 ചാനൽ ഹൈഫൈ ഓഡിയോ ആംപ്ലിഫയർ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം സ്പീക്കർ 4 ohms to 16 ohms. അതുപോലെ തന്നെ ഒരു ബനാന സോക്കറ്റ്, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബനാന സോക്കറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ആംപ്ലിഫയറിൽ സബിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സബ് വൂഫർ SW എന്നൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, സബ് വൂഫർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സൺബക്കിൻ്റെ ആംപ്ലിഫയറിൽ ആ ഒരു ഭാഗമില്ല. അവിടെ നമുക്ക് ഈ ഒരു സ്പീക്കർ സോക്കറ്റാണ് വന്നിട്ടുള്ളത്. നേരെ ഈ പറയുന്ന ഈ ഒരു 3 ചാനൽ സ്പീക്കർ സോക്കറ്റ് അവർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സബ് വൂഫറിൻ്റെ സൈഡിൽ റൈറ്റ്, സൈഡിൽ ലെഫ്റ്റ്, സെൻട്രൽ ചാനൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സബ് വൂഫർ സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പീക്കർ സോക്കറ്റ് വരുന്ന ഭാഗത്തായിട്ട് അവർ കോഷനും അതുപോലെ വാർണിങ്ങും ഈ ഒരു അതൊക്കെയാണ് അവർ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നാലും നമ്മൾ ആംപ്ലിഫയറിനെ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഓഡീഷൻ ആംപ്ലിഫയറിലും സൺബക്കിലും കാണുന്ന പോലത്തെ തന്നെയുള്ള ഒരു തകിടുകൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ് കിട്ടുള്ളൂ. കാരണം ആ ഒരു പ്രൈസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഓഡീഷൻ ആംപ്ലിഫയറിലും സൺബക്കിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ പ്ലേസ്മെൻറ്റ്. ആ ഒരു സ്ലാൻഡിങ് പൊസിഷനിലുള്ള ഒരു ഹീറ്റ് സിങ്ക്, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിലുള്ള വയറും RMC കണക്ടേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരു കുടക്കീഴിൽ നിർമ്മിക്കപ്പെട്ട പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ടോൺ കൺട്രോൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെയിം മോഡൽ നമ്പറാണ് AV298BT. അപ്പോൾ നേരത്തെ പറഞ്ഞ സൺബക്കിൻ്റെ മോഡൽ നെയിമാണ് AV298BT എന്ന് പറയുന്നത്. ആ സെയിം ടോൺ കൺട്രോൾ ബോർഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർഷൻ 1.1 ആണ്. മൈക്ക് വെർഷൻ 1.1 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൺബക്കിൻ്റെ ആ ഒരു ആംപ്ലിഫയറിലെ ബോർഡിൽ വെർഷൻ കാണിച്ചിട്ടില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഓപ്പാമ്പ് ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. സെയിം ഓപ്പാമ്പുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് 4558D എന്ന് പറയുന്ന ഓപ്പാമ്പ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കരോക്കെ സെക്ഷന് വേണ്ടിയിട്ട് സെയിം എക്സാക്ട് IC തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് CD2399GP എന്ന് പറയുന്ന IC തന്നെയാണ് ആ ഒരു സെക്ഷനിലും ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു ഓപ്പാമ്പ് അധികമാണ്. ഈ പറയുന്ന 4558D എന്ന് പറയുന്ന ഒരു ഓപ്പാമ്പ് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് സബ് വൂഫറിൻ്റെ സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ ഒരു ഓപ്പാമ്പ് സബ് വൂഫർ ഫിൽറ്റർ, അതായത് നമ്മുടെ ഒരു ലോ പാസ് ഫിൽറ്ററിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ടർ നമ്മുടെ ആ ഒരു ടോൺ ബോർഡിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമുക്ക് ആംപ്ലിഫയറിലേക്കുള്ള സബ് വൂഫർ, സൈഡ് ലെഫ്റ്റ്, സൈഡ് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, പിന്നെ വോൾട്ടേജ്, അതായത് ഈ ടോൺ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എനിക്ക് തോന്നുന്നു 12 വോൾട്ട് ആകാനാണ് ചാൻസ്. 12 വോൾട്ട് സപ്ലൈ, ഗ്രൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, ഫ്രണ്ട് ചാനൽ, ലെഫ്റ്റ് റൈറ്റ്, സെലക്ടർ സ്വിച്ചിൻ്റെ കണക്ഷനും എല്ലാം ആയിട്ട് ഒരു വയറാണ് ഈ ഒരു ഭാഗത്തായിട്ട് പോകുന്നത്. പക്ഷേ സൺബക്കിൽ അങ്ങനെയല്ല പോകുന്നത്. ഇൻപുട്ട് സെലക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ പോലും ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ടോൺ കൺട്രോൾ ബോർഡിൽ നിന്നും വരുന്നത്. 5 ചാനൽ ആംപ്ലിഫയർ ആണെങ്കിൽ പോലും അതിൽ ഈ പറയുന്ന സ്റ്റീരിയോ ഔട്ട്പുട്ടാണ്. 2-വേ ടോൺ കൺട്രോൾ ബോർഡും അതേപോലെ തന്നെ കരോക്കയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരുമിച്ച് വരുന്ന ഒരു ബോർഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു LED നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു ഹോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു LED അവർ കൊടുത്തില്ല. പക്ഷേ വേറൊരു ആംപ്ലിഫയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സെയിം ബോർഡ് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതെല്ലാം ഒരു ഇതിൽ തന്നെ ചെയ്ത് വരുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇവർ വേറൊരു മോഡൽ ഉണ്ടാക്കുമ്പോൾ ഈ ടോൺ ബോർഡ് എടുത്ത് അതിലേക്ക് വെക്കുക. അപ്പം ഒരേ ബോർഡ് കൊണ്ട് തന്നെ പല ആംപ്ലിഫയർ ചെയ്യുന്ന രീതി തന്നെ ആകാനാണ് ചാൻസ്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. അറിയുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആംപ്ലിഫയറോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ 13 വോൾട്ടിൻ്റെ ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻപുട്ട് വോൾട്ട് 110 വോൾട്ടേജാണ് അതിൻ്റെ പ്രൈമറി വരുന്നത്. സെക്കൻഡറി ഏകദേശം 13 വോൾട്ടേജാണ് വരുന്നത്. ഒറ്റ സെക്കൻഡറി ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു ബ്ലൂ ബ്ലാക്ക്
ബ്ലൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്. ആംബിയർ ഏകദേശം ഒരു 3-4 ആംബിയർ ഒക്കെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ സൺബക്കിൻ്റെ ആ ഒരു ആംപ്ലിഫയറോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 2398 BT എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ നോക്കുകയാണെങ്കിൽ 35 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഏകദേശം 5 ആംബിയർ ആകാനാണ് ചാൻസ്. ആ ഒരു ട്രാൻസ്ഫോമറാണ് ആ ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും 7379 IC ആണ്. അതായത് CD 7379 IC ആണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നത്. ഓർക്കുക, TDA സീരീസ് അല്ല, CD 737. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന സൺബക്കിൻ്റെ ആംപ്ലിഫയറിൽ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ആ ഒരു ആംപ്ലിഫയർ കുറച്ചും കൂടെ ഒന്ന് മുമ്പിൽ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ 35 വോൾട്ട് ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വെറും 13 അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ആംപ്ലിഫയർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺബക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഓഡിയോക്സിൻ്റെ കോപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ പോലും സൺബക്കിൻ്റെ AV MP3 26 BT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള ഓഡിയോക്സിൻ്റെ തന്നെ AV 999 BD എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം ബോർഡ് അല്ലെങ്കിൽ പോലും സെയിം ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള സെയിം സർക്യൂട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെയിം ഒരു ബോർഡാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് 4 ട്രാൻസിസ്റ്ററാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി പവർഫുള്ളാണ്. അതായത് 2 പെയർ 5198 ട്രാൻസിസ്റ്റർ, അതായത് ഒരു പെയർ 5198 ഒരു ചാനലിലും ഒരു പെയർ 5198 ട്രാൻസിസ്റ്റർ മറ്റൊരു ചാനലിലും, അങ്ങനെ 2 ചാനൽ എന്നുള്ള രീതിയിലാണ് ആ ഒരു ബോർഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി 5 ചാനൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ലെഫ്റ്റ് റൈറ്റ് ചാനൽ എടുത്ത് ഒന്നും കൂടെ എടുത്തിട്ട് അത് 5ാമത്തെ ചാനലായിട്ട് അവർ കാണിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെന്തായാലും നമ്മുടെ കയ്യിലില്ലാത്ത നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. ഇപ്പം 35 വോൾട്ടും ഈ പറയുന്ന ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഏകദേശം ഒരു 50-60 വാട്ട്സ് എങ്കിലും ആ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് CD 737 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ TDA 737 എന്ന് പറയുമ്പോൾ ആക്ച്വലി അതാണ് ഒറിജിനൽ OG സാധനം എന്ന് പറയുന്നത്. ഫിലിപ്സ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അത് NXP എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒറിജിനലാണ് ആ ഒരു IC TDA സീരീസ് ആണ്. അതിൻ്റെ ഒരു CD 737 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അല്ല, അതൊരു എന്താ പറയുക, ഒരു ചാത്തൻ സാധനം, അല്ലെങ്കിൽ എൻ്റെ ഒരു ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ചീപ്പർ വെർഷനാണ് ഈ പറയുന്ന CD സീരീസ് എന്ന് പറയുമ്പോൾ. നമുക്ക് അത്രയും ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവറോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് ചാർജും കുറവാണ്. റേറ്റ് കുറയുമ്പോൾ നമുക്ക് പറയുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ആംപ്ലിഫയർ ചെയ്യാൻ പറ്റും. പാട്ട് കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഓഡിയോ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ TDA 737 IC നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 38 വാട്ട്സ് പെർ ചാനൽ നമുക്ക് കിട്ടും 4 ohms ലോഡ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ 8 ohms ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 23 വാട്ട്സ് ആണ് പെർ ചാനൽ നമുക്ക് കിട്ടുന്നത്. അത് കറക്റ്റായിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത്. സോ നമുക്ക് ഈ ഒരു CD സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 വാട്ട്സോളം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എത്ര വാട്ട്സ് നമുക്ക് ഇതിൻ്റെ ചാനലിൽ കിട്ടും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IC, ഇതിനകത്ത് ഇപ്പോൾ 2 IC ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു IC 2 ചാനൽ IC ആണ്. അപ്പോൾ മൊത്തം ഇതിനൊരു 2 ചാനലും ഇതിനൊരു 2 ചാനലും, അപ്പോൾ മൊത്തം 4 ചാനലാണ് വരുന്നത്. ഇത് 5.1 ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ 4 ചാനൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു 5.1 ആക്കേണ്ടതെന്നുള്ളത് നമുക്ക് എന്തായാലും ഇത് അഴിച്ചു നോക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. 2200 MUF-ൻ്റെ 25 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡയോഡും കാണാൻ പറ്റില്ല. ഒരു ഹീറ്റ് സിങ്ക് ഒരു കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാനോ കാര്യങ്ങളൊന്നുമില്ല. സ്പീക്കർ സോക്കറ്റുകളെല്ലാം ഇൻബിൾട്ടായിട്ട് ബോഡി തന്നെയാണ് വന്നിട്ടുള്ളത്. ഓഡിയോ ഇൻപുട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇൻബിൾട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ക്യാബിനിലാണ് സൺബക്ക് വേറൊരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ പവർഫുള്ളാണ്. അത് ശരിക്കും സ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ട് 5 ചാനൽ എന്നുള്ള രീതിയിൽ ഇറക്കുന്നു. ഇത് 4 ചാനൽ ഉണ്ടായിട്ട് 5.1 എന്നുള്ള രീതിയിൽ നമ്മൾ ഇറക്കുന്നു. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ചാനലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള 2 സ്പീക്കേഴ്സ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. പാനസോണിക്കിൻ്റെ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. FL/FRലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സബ് ഒന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഈ സ്പീക്കർ തന്നെ സൈഡ് ലെഫ്റ്റും സൈഡ് റൈറ്റിലും കൊടുക്കാം. എന്നിട്ട് ഒരു ചാനൽ സെൻറ്ററിലും കൊടുത്ത് നോക്കാം. ബ്ലൂടൂത്തിൽ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് കുറച്ച് വിട്ടുവിട്ടായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കരോക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവ്. പൂക്കണ് പൂവരസ് കായ്ക്കണ് പൂങ്കനവ്. കാവലായി ചേകവരുണ്ടോ ആശയാ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് FL/FRലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് സൈഡ് ലെഫ്റ്റും സൈഡ് റൈറ്റും വരുന്നത്. ഇത് നമ്മുടെ സബ്. എന്തായാലും നമുക്ക് സൈഡ് ചാനലിലേക്ക് ഈ 2 സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്തിട്ട് സെയിം പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാവലായി ചേകവരുണ്ടോ ആശയായി നാളമൊന്നുണ്ടോ.
ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാത്രമാണ് നമുക്ക് അത്യാവശ്യം നല്ല ഓഡിയോ കിട്ടുന്നത്. ബാക്കിയെല്ലാം സെൻറ്റർ ഒരുപോലെ തന്നെ, ഈ റിയർ ലെഫ്റ്റും റിയർ റൈറ്റിലും വരുന്ന പോലെ തന്നെയുള്ള ഓഡിയോ തന്നെയാണ് സെൻറ്ററിലും വരുന്നത്. അങ്ങനെ വോക്കൽ മാത്രം തെള്ളി എടുക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റൊന്നും നമുക്ക് അതിൽ കാണുന്നില്ല. മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ചെക്ക് ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ. ചെറിയ നോയ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മൈക്കിൻ്റെ കുഴപ്പമായിരിക്കാനാണ് ചാൻസ്. എന്നാലും എക്കോയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ചാനൽ മാത്രം ജസ്റ്റ് സൈഡ് ചാനൽ കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഹലോ ഹലോ ഹലോ. ഓക്കെ, അപ്പം കരോക്കെ നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ചാനലുകൾക്ക് നമുക്ക് കരോക്കെ വരത്തില്ല. സംഭവം കോമഡിയാണ്. കാരണം എന്ന് വെച്ചെങ്കിൽ ഇതിനെക്കാട്ടി ബേസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അതിലേക്കുള്ളൊരു സൗണ്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല. അനങ്ങുന്ന പോലും ഇല്ല. അപ്പം നമുക്ക് ഒരു സബ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡ് ചാനൽ 2 ഊരി വിടാം. മാക്സിമം നമ്മൾ ഫുൾ ഇട്ടിരിക്കുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റി പറയാനായിട്ട്. നമ്മളൊരു ബിരിയാണിയുടെ പൈസയ്ക്ക് വാങ്ങിച്ച 5.1 ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വാങ്ങിച്ചത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇതിൻ്റെ സ്പെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിവിടെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു ടോൺ ബോർഡും എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്ന പോലെ ഈ USB മോഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഓങ്കിയുടെ ഈ ഒരു സബ് വൂഫറിൻ്റെ ബോർഡുണ്ട്, അതിലുപയോഗിച്ച് അതിപ്പം നോർമൽ ബോർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ടോൺ ബോർഡ് കണക്ട് ചെയ്ത് ഒരു ആംപ്ലിഫയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ സൺബാക്കിൻ്റെ അല്ലെങ്കിൽ ഈ ടൈപ്പ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.